വസുദൈവ കുടുംബം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോസിൽ നിന്നും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കാണ്. ഇതാണ് ആ വിനോദസഞ്ചാര കേന്ദ്രം, പാലരുവി വാട്ടർഫാൾ, പാലരുവി വെള്ളച്ചാട്ടം. കൊല്ലം ജില്ലയിൽ പുനലൂർ കഴിഞ്ഞ് കേരള തമിഴ്നാട് ബോർഡറായ കോട്ടയവാസലിന് മുമ്പായി തെന്മല കഴിഞ്ഞ് ആര്യങ്കാവ് എത്തുന്നതിന് കുറച്ച് മുമ്പായി കാണുന്ന വെള്ളച്ചാട്ടമാണ് പാലരുവി വെള്ളച്ചാട്ടം. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ നിന്നൊക്കെ ഒരു ദിവസത്തെ യാത്രയ്ക്കായി പോയി വരാൻ കഴിയുന്ന സ്ഥലങ്ങളാണ് തെന്മല ഡാമും കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടവും പാലരുവി വെള്ളച്ചാട്ടവും ഒക്കെ. ഇവിടെ നിന്നും പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പാലരുവി ഇക്കോ ടൂറിസത്തിൻ്റെ വാഹന സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ സന്ദർശന ഫീസും അങ്ങോട്ടും തിരികെ ഇങ്ങോട്ടുമുള്ള യാത്രാ ചാർജും എല്ലാം കൂടി ചേർത്ത് ഒരാൾക്ക് 70 രൂപ, 70 റുപ്പീസാണ് ഇവിടുത്തെ യാത്രാ ചാർജ്. തിരക്ക് ദിവസങ്ങളിൽ KSRTC ബസ്സിൻ്റെ സർവീസും പാലരുവി ഇക്കോ ടൂറിസം സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. വനത്തിലൂടെ കുറച്ച് ദൂരെ യാത്ര ചെയ്ത് വേണം ഇവിടേക്ക് എത്താൻ, വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കിലേക്ക് എത്താൻ. ഇതാണ് പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ സന്ദർശന കവാടം. ഇവിടെ നിന്നും വെള്ളച്ചാട്ടത്തിനടുക്കലേക്ക് എത്താൻ കുറച്ച് ദൂരം നടക്കേണ്ടതായിട്ടുണ്ട്. മുകളിലേക്ക് നോക്കുമ്പോൾ രാജവാഴ്ചയുടെ അവശേഷിപ്പുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ആ മുകളിൽ കാണുന്ന കരിങ്കല്ലിൽ തീർത്ത മണ്ഡപങ്ങൾ രാജഭരണകാലത്ത് നായാട്ടിനായും വിശ്രമത്തിനുമായി രാജാക്കന്മാർ ഇവിടെ എത്തുമായിരുന്നു. അതിൻ്റെ തെളിവാണ് കരിങ്കല്ലിൽ തീർത്ത ഈ മുകളിൽ കാണുന്ന വിശ്രമ മണ്ഡപങ്ങളും അവർ സഞ്ചരിച്ചിരുന്ന കുതിരകളെ കെട്ടിയിരുന്ന ഈ കുതിരലായങ്ങളുമൊക്കെ. 1099 ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ എല്ലാം തകർന്ന് തരിപ്പണമായി എന്നാണ് ചരിത്രം പറയുന്നത്. ദിനവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് സഞ്ചാരികൾ പാലരുവി വെള്ളച്ചാട്ടം കാണുവാനായി എത്താറുണ്ട്. അതിൽ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നാണ് സഞ്ചാരികൾ ഇവിടെ എത്തുന്നത്. സഖ്യപർവ്വത നിരകളിൽപ്പെട്ട രാജക്കൂപ്പ് മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് 300 അടി പൊക്കത്തിൽ നിന്നും പാലൊഴുകുന്നത് പോലെ വെള്ളം പതുങ്ങി താഴേക്ക് പതിക്കുന്നതിനാൽ ആണ് പാലരുവിക്ക് ഈ പേര് ലഭിച്ചത്. മഞ്ഞുതേരി, കരിനാലത്തിയേഴ്, രാജക്കൂപ്പ്, ഈ 3 അരുവികൾ സംഗമിച്ചാണ് പാലരുവി വെള്ളച്ചാട്ടം രൂപപ്പെടുന്നത്. കല്ലടയാറിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. പാലരുവി വെള്ളച്ചാട്ടത്തിൽ കുളിച്ചാൽ അസുഖങ്ങൾ ഭേദമാകും എന്നതാണ് ഇവിടെ എത്തുന്നവരുടെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കാനുള്ള കാരണം ഉൾവനങ്ങളിലെ ഔഷധ സസ്യങ്ങളെ തഴുകി ഒഴുകി വരുന്ന വെള്ളച്ചാട്ടത്തിന് ഔഷധ ഗുണമുള്ളതായി കരുതുന്നു. ഇവിടുത്തെ പ്രവേശന സമയം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഇവിടെ എത്തുന്നവർക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാം കുളിക്കുവാൻ പ്രത്യേക സ്ഥലങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലായിടങ്ങളിലും ആൺ പെൺ സ്റ്റാഫുകളെയും നിയമിച്ചിട്ടുണ്ട്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ഇവിടെ നിറയെ പാറക്കെട്ടുകളായതിനാൽ അപകടങ്ങൾ വരുത്തി വെക്കാതെ സൂക്ഷിക്കുക. ഇതാണ് മനോഹരമായ ഔഷധ ഗുണമുള്ള പാൽ പോലെ പതഞ്ഞൊഴുകുന്ന പാലരുവി വെള്ളച്ചാട്ടം. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.